രാവിലെ തീരെ സുഖമില്ല കേട്ടോ. ഭയങ്കര ക്ഷീണം, ഒട്ടും വയ്യ. എന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. രാവിലെ തന്നെ എല്ലാം അലങ്കോലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ രാവിലെ തന്നെ ഞാനൊരു കട്ടയിട്ട് കുടിച്ചു കേട്ടോ. എനിക്ക് തീരെ വയ്യ. എന്നിട്ട് ഞാൻ ജേണലൊക്കെ ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ വെച്ചാലും മോനു അതിനെ പിതുക്കും കേട്ടോ, പ്രസ് ചെയ്യുവേ. പിന്നെ ഞാൻ നാച്ചുറൽ, നമ്മുടെ ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ പ്ലാന്റ് നമ്മുടെ ടി വിയുടെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ അതിനെല്ലാം ആ ഇല എല്ലാം പൊട്ടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിനെ മാറ്റി. ഞാൻ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കാം, ഇടയ്ക്കിടയ്ക്ക് മാറ്റും, ഇടയ്ക്കിടയ്ക്ക് വെക്കും. ഞാൻ പിന്നെ അതും മാറ്റി കേട്ടോ. പിന്നെ ഓരോന്നും രാത്രി കളിച്ചിട്ട് അവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും പറക്കിയിടും. എടുക്കുന്ന സാധനങ്ങൾ അതാത് സ്ഥലത്ത് വെക്കില്ല കേട്ടോ. ചില സമയത്ത് ഞാൻ പറഞ്ഞ് വെപ്പിക്കും. പിന്നെ എപ്പോഴും നമുക്ക് അവരുടെ ബാക്കിൽ നിൽക്കാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി, തൂക്കണതും തുടയ്ക്കണതൊക്കെ ഇനി പിന്നീട്. അപ്പം വെറുതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്ന് ഇഡ്ഡലിക്ക് മാവ് കോരി ഒഴിച്ച്, മാവൊക്കെ തലേ ദിവസമേ നമ്മൾ ആട്ടി വെച്ചിരുന്നേ. അപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങി, നന്നായിട്ടെന്ന് വെച്ചാൽ ആവശ്യത്തിന് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടേ. മാവെല്ലാം കോരി ഒഴിച്ച് നമ്മൾ ഇനി ഈ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്നേ. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ സമയത്ത് അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ കിടക്കും. അങ്ങനെ പിന്നെ ഞാൻ ബോട്ടിലെ വെള്ളമൊക്കെ തീർന്നു കേട്ടോ. ഇനി അതൊക്കെ നിറച്ച് വെക്കണം. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന്. ടേബിൾ എന്നും ഒരു ദിവസം 3-4 തവണയെങ്കിലും തുടയ്ക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം തുടയ്ക്കും, പിന്നെ അതിന് ശേഷമൊക്കെ തുടയ്ക്കുവേ. എന്നിട്ട് ഞാൻ വെള്ളം എടുക്കാനുള്ള ബോട്ടിൽസൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് നമ്മൾ ചമ്മന്തിക്കുള്ള സാധനങ്ങളാണ്. ചമ്മന്തി അരച്ച്, ഞാനെന്ന് വെച്ചാൽ ചമ്മന്തി അരയ്ക്കണത് സാധാ മുളകും ഉള്ളി ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് അരച്ചതിന് ശേഷം ചൂടുവെള്ളം ഇട്ടാണ് അരയ്ക്കണത്. ഭയങ്കര തിളച്ചല്ല, തിളച്ച് തണുത്ത ചൂടുവെള്ളം. എന്നിട്ട് കടു വറുത്തിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യും. അല്ല, ഇതിന് ഇട്ട് തിളപ്പിക്കില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തു നോക്കണേ നിങ്ങൾ, അങ്ങനെയല്ല ചെയ്യണമെങ്കിൽ. പിന്നെ ഞാൻ വിചാരിച്ചൊരു ചായ കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞില്ല എനിക്കൊട്ടും വയ്യ. അപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കാം, ചൂടൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ലേ. അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ പിന്നെ പാൽ എടുത്ത് പിന്നെ ചായ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ അമ്മ ഇവിടെ വന്നായിരുന്നു കേട്ടോ. അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത്, അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അമ്മയും അച്ഛനും കൂടി പോയിട്ട് വന്ന് തിരിച്ച് വന്ന് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് വയ്യാതായി കേട്ടോ. ഭയങ്കര പനിയും ഭയങ്കര ദേഹം വേദനയും. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യാതായേ. പിന്നെ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ ട്രിപ്പും ഒക്കെ കൊടുത്തു, ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെ. അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോൾ രാവിലെ ആയപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ആളെ വിട്ടു, കുറച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞും വിട്ടു. അപ്പോൾ ഒരു സമാധാനം. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ ഒരു ആകെ ഒരു സങ്കടമായിട്ടുള്ളൊരവസ്ഥ ഇന്ന് ഫുള്ളും. പിന്നെ എനിക്കും വയ്യ, അതും കൂടിയൊക്കെ ആയപ്പോഴേ. അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ പിന്നെ മോനുവിന് ഞാൻ ഇഡ്ഡലി നേരത്തെ ഒരു പാത്രത്തിൽ കൊടുത്തായിരുന്നേ. ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്ന പാത്രമാണ്. ഇത് കണ്ടില്ലേ, ഇത് അവന് കൊടുത്തതാണ് കേട്ടോ. ഇത് ഒരെണ്ണം വെച്ച് അവന് കൊടുത്ത്. അപ്പോൾ അവന് വേണ്ട, ഞാനെടുത്ത പാത്രം വേണം. പിന്നെ ഞാനത് തിരിച്ച് വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ്. ഈ ഒരെണ്ണം ഫുള്ളും അവൻ കഴിക്കത്തില്ല. ഞാൻ പിന്നെ മുറിച്ചെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കൂടുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചേട്ടോ. അവൻ മാത്രം ഒരു 2-3 പീസ് എങ്ങാണ്ട് കഴിച്ചേ. ബാക്കി പിന്നെ ഞാൻ വീണ്ടും ടി വിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്ന. ആൾ കഴിക്കില്ല കേട്ടോ, എനിക്കറിയാം. പിന്നെ നമ്മുടെ കൂടെ ഇരുന്ന് 2-3 ഒക്കെ കഴിക്കുമ്പം 2-3 ഉരുള കഴിക്കുമ്പം തന്നെ പറയും വയറ് വീർത്തമ്മ, എനിക്ക് മതി. കാരണം അവന് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അവന് വയറ് വീർത്തെന്ന് പറയും. ഒരു വാ കഴിക്കുമ്പോൾ വയറ് വീർത്തമ്മ, എനിക്ക് നന്നായിട്ട് വയറ് വീർത്തേമ്മ, എനിക്കിനി വേണ്ടാന്ന് ഇങ്ങനെ പറയും കേട്ടോ. എനിക്ക് ചിരിയും വരും. പിന്നെ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കി ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ടും ടി വിയൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് പിന്നീട് നമ്മൾ വീണ്ടും ടി വി ഇട്ടത്. അവന് ബോറടിക്കും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. പിന്നെ നമുക്കിന്ന് വാളരിങ്ങ കിട്ടി കേട്ടോ. വാളരിങ്ങ തോരൻ വയ്ക്കാനേ. മുറ്റിയ വാളരിങ്ങ ആണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കരുത്, അതായത് നല്ല കട്ടിക്കിരിക്കും. എനിക്ക് തോന്നുന്നു അത് അത്ര കൊള്ളത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കുഞ്ഞായാണ് നല്ലതെന്നാണ് എൻ്റെ ഒരിത്. ഓരോരുത്തരുടെ അതനുസരിച്ചിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. അപ്പം ഇത് മുറ്റിയതാണെങ്കിൽ എനിക്ക് തീരെ ഭയങ്കര പാടായിരിക്കും, അരിയാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. നന്നായിട്ട് വാഷ് ചെയ്ത്
എന്നിട്ട് നമുക്കിനി അത് അരിയണം. പിന്നെ മരിച്ചീനി വെക്കണം. മരിച്ചീനി ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം വെക്കും. വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ മരിച്ചീനി ഇടുന്നത്. 2 വെള്ളം ഊറ്റി കേട്ടോ. എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പില, നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം, അത് കിട്ടി കേട്ടോ. അങ്ങനെ അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. എന്നിട്ട് പിന്നെ ഉപ്പ് ഭരണി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഉപ്പൊക്കെ ഫില്ല് ചെയ്ത് എനിക്കിനി തോരൻ അരിയണം. ഞാനീ പറഞ്ഞില്ലേ അത് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്കിനി മീൻ കറി വെക്കാനുണ്ട്. അങ്ങനെ വീണ്ടും ടേബിൾ ഒന്ന് തുടയ്ക്കുകയാണേ. നമ്മൾ ഫുഡ് കഴിച്ച് അപ്പം അവിടെയൊക്കെ കിടപ്പുണ്ടെല്ലാം. അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇരുന്ന് അരിയാമെന്നാണ് വിചാരിക്കുന്നത്. കൈയൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് അരിഞ്ഞെടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അരിഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ ഓടി വന്നു കേട്ടോ. അവന് വെള്ളത്തിൽ കളിക്കാനും ഇതൊക്കെ എടുത്ത് തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം കളിക്കും, ഭയങ്കര ഹാപ്പിയായിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളമൊക്കെ അവിടെ ആക്കും, ദേഹത്താക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അരിയുമ്പം ചില സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, വെള്ളമൊക്കെ ഇട്ടും അങ്ങനെയൊക്കെ. പക്ഷേ ആൾക്ക് ഭയങ്കരമായിട്ട് ആൾ എൻജോയ് ചെയ്യും കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് അയ്യോ പാവം തോന്നുവേ. ഓടി വന്നു കേട്ടോ. ഇത് കണ്ടപ്പം അമ്മ ഞാൻ എടുത്തു തരാം, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്തു തന്ന് കുറേ സമയമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ വെള്ളം എൻ്റെ മുഖത്തൊക്കെ എറിയാൻ തുടങ്ങി. അവിടെ എല്ലാം ആക്കി. അവന് ഡ്രസ്സും നനഞ്ഞു. പിന്നെ ഞാൻ ഇറക്കി വിട്ടു കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അരിയൽ പരിപാടി നടക്കത്തില്ല. കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അവൻ. ഇനി നമുക്ക് നമ്മളെ വാളരിങ്ങ വെക്കണം. അപ്പോൾ മരിച്ചിന് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാളരിങ്ങ വെക്കാൻ വേണ്ടി കടു വറുക്കണം. ഓയിലൊഴിച്ച് കടു ഇട്ട് നമ്മൾ ഉഴുന്നും പരിപ്പും വേണമെങ്കിൽ അതിട്ടിട്ട്, ഉഴുന്നില്ലേ ആ സാധനം ഇട്ടിട്ട് വേണമെങ്കിൽ കടു വറുക്കാം. ഞാൻ അതിട്ടില്ല, കടു ഇട്ടു. എന്നിട്ട് കറിവേപ്പില, പിന്നെ നമ്മുടെ ഈ വറ്റൽ മുളകില്ലേ അതിട്ടു. എന്നിട്ട് നമ്മുടെ ഈ വാളരിങ്ങയും കൂടി ഇട്ടിട്ട് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യണത്. ഞാൻ ഈ തോരന് വേണ്ടിയിട്ട് അരച്ചത് നമ്മുടെ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളകിന് പകരം ഞാൻ നമ്മുടെ ഈ ഇതില്ലേ അതിൻ്റെ പേരെന്താണ്, കാന്താരി മുളക്, അതാണ് ഇട്ട കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഇത് നല്ല, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മുറ്റിയതല്ല, അതുകൊണ്ട് എനിക്ക് നല്ല ടേസ്റ്റായിരുന്നു വെച്ചപ്പോഴും. പിന്നെ ഞാൻ ഈ കാസ്റ്റ് അയണിൽ വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ, കറി ആയാൽ ഉടൻ തന്നെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. മാങ്ങയും കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച മീൻ കറിയാണ് വയ്ക്കണത്. ഭയങ്കര ടേസ്റ്റായിരുന്നേ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം ഓയിലൊഴിച്ച് കടുവും ഉലുവയും ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് മാത്രം മതിയേ, അത് നന്നായിട്ട് നമ്മൾ ഇടികല്ലിലിട്ട് ഇടിച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് കാന്താരി മുളകിടാം, പിന്നെ തൊണ്ടൻ മുളകില്ലേ അതിടാം. ഞാനിട്ടത് മറ്റേ മുളകില്ലേ ഒടങ്കൊല്ലി മുളക്, അതാണ്. നല്ല ടേസ്റ്റും നല്ല മണമാണ് കേട്ടോ ഇതിടുമ്പോൾ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനെ വച്ചില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. 2-3 ദിവസത്തേക്കൊക്കെ കേടാകാതിരിക്കും കേട്ടോ. ഇന്ന് വെച്ചാൽ നാളെയോ മറ്റന്നാളേക്ക് കഴിക്കാനാണ്, നാളെ കഴിക്കാനായിരിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ കറി. എന്നിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടി, മറ്റേ മുളക് പൊടിയും കൂടി ഇടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് വാടിയതിന് ശേഷമാണ്, ഈ പൊടികളുടെ മണം എല്ലാം മാറിയതിന് ശേഷമാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് കുടംപുളി ഇട്ട് നമ്മൾ നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, കേടാകത്തും ഇല്ല കേട്ടോ. അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ആഡ് ചെയ്യണത്. ഇത് ഞാൻ പുരട്ടി വെച്ചിരുന്നത്, കാരണം പൊരിക്കാൻ വേണ്ടിയിട്ട്. അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ മീൻ ഇതിലോട്ട് ഇടുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ അപ്പോഴേ വിചാരിച്ച് കറി വെക്കണമെങ്കിൽ കറി വെക്കാം, അല്ലെങ്കിൽ പൊരിക്കണമെങ്കിൽ പൊരിക്കാം, എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കുഴപ്പമില്ലേ. എന്നിട്ട് നമ്മൾ മീൻ ആഡ് ചെയ്യുക. മീൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്പൂണിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളക്കാൻ പാടില്ല. ഈ കറി തിളയ്ക്കുമ്പോൾ നമ്മൾ ചുറ്റിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഇങ്ങനെ ഇളകി പോകത്തില്ല കേട്ടോ. അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ നമ്മളിങ്ങനെ സ്പൂണിട്ട് ഭയങ്കരമായിട്ട് ഇളക്കാൻ പാടില്ല. ഇപ്പം ഞാൻ
ഇത് പെട്ടെന്ന് റെഡിയാവും, ഭയങ്കര ടേസ്റ്റിയാണ്, നമുക്ക് 2 ദിവസത്തൊക്കെ വെച്ച് കൂട്ടാൻ കേട്ടോ. അതുമല്ല ഇത് അധികം ഗ്രേവി അങ്ങനെ ഇല്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം എടുക്കാം. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ ഈ പൊടികളുടെ ഈ ക്വാണ്ടിറ്റിയും നമ്മളിട്ട ഉള്ളി, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഇടാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പച്ചമാങ്ങ ഇട്ടു, കുടംപുളി ഇട്ടു, അതുകൊണ്ടാണ് തക്കാളി ആഡ് ചെയ്യാത്തത്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. പെട്ടെന്ന് കറി റെഡിയാവേ. അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഒന്നും കൂടി ഞാൻ ചെറിയ തീയിലിട്ട് ഒന്നും കൂടി ആക്കണുണ്ടേ, ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഞാനൊരു പുളിശ്ശേരിയും കൂടി ആക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ വെള്ളരിക്കയോ അങ്ങനെയൊന്നും ഇടുന്നില്ല കേട്ടോ. ജസ്റ്റ് ഓയിലൊഴിച്ച് നമ്മുടെ ഈ ഉലുവയിട്ടിട്ട് നമ്മുടെ കടു വറുക്കുന്ന സംഭവങ്ങളെല്ലാം ആഡ് ചെയ്യുക. കടു വറുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില, ഒരു മുളക്, ഇത് ഭയങ്കര എരിയുള്ള മുളക് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒന്നേ ഇട്ടുള്ളേ. പിന്നെ തേങ്ങയും വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ഇതെല്ലാം കൂടി ഇട്ട് അരച്ച്, തക്കാളി നമ്മൾ ഈ വെള്ളത്തിന് പകരം നമ്മൾ തൈരിട്ടാണ് അരച്ചത്. ഞാൻ ഇപ്പം തന്നെ ഒഴിച്ചതിന് ശേഷം ഉടൻ തന്നെ ഞാൻ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത്, കാരണം കാസ്റ്റ് അയൺ ആയതുകൊണ്ടാണ് ഭയങ്കര ചൂട് അതിൽ. അപ്പോൾ തന്നെ കറി റെഡി ആയിട്ടുണ്ട്, കാരണം നമ്മൾ തൈര് മാത്രമാണ് ഇതിൽ അരച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലോട്ട് മാറ്റി, ഇല്ലെങ്കിൽ കാസ്റ്റ് അയണിൽ കൂടുതൽ നേരം കുക്ക് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ പിടിക്കും, അയണിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടും എന്നാണ് പറയണത്. അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടാ. മോനും ആദ്യമൊക്കെ ഈ പുളിശ്ശേരിയും ഇട്ട് 2-3 വാ കഴിച്ച്, പിന്നീട് പഴയ പടി തന്നെ ഞാൻ കൊണ്ടു കിടന്ന് കൊടുക്കണം കേട്ടോ. അങ്ങനെ തന്നെ പിന്നെ ഊണെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ പുളിശ്ശേരിയും തോരനൊക്കെ നല്ല ടേസ്റ്റ്. അത് മീൻ കറി പറയേണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ വച്ച് നോക്കുക കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടിപൊളിയാണെന്ന് കേട്ടോ. പിന്നെ മുളക് പൊടിയൊക്കെ ഇടുന്നത് നിങ്ങൾ ആ കണക്കനുസരിച്ച് വേണം ഇടാനേ. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിച്ചു. ഇനി കുറച്ച് നേരം എനിക്ക് ഇരിക്കണം കേട്ടോ, വയ്യ ഇത്രയും ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു. പിന്നെ ചായ ഇട്ട് കേട്ടോ. പിന്നെ പ്ലം കേക്ക്, ക്രിസ്മസ് അല്ലേ, അപ്പോൾ അങ്ങനെ കേക്ക് വാങ്ങിച്ചായിരുന്നേ. എനിക്ക് കുഞ്ഞിലെ ഈ കേക്ക് ഒട്ടും കണ്ടുകൂടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കും ഇവരൊക്കെ എങ്ങനെ ഇത് കഴിക്കുമെന്ന് കേട്ടോ. ഇപ്പം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാണ്, വലുതായപ്പോൾ ആണ് എനിക്കിഷ്ടം കേട്ടോ. മോനും അങ്ങനെയാണ്, ഒരു കുഞ്ഞ് പീസ് കടിച്ചിട്ട് അവൻ പറഞ്ഞു അമ്മ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി കഴിച്ചില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ലാസ്റ്റ് വരെ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ബൈ. താങ്ക് യു.